നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി വിജയുടെ ടിവികെക്ക് തിരിച്ചടി. തിരുപ്പത്തൂരിൽ നിന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ടിവികെ MLA ആർ ശ്രീനിവാസ സേതുപതിയെ തമിഴ്നാട് നിയമസഭയുടെ നടപടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മദ്രാസ് ഹൈക്കോടതി വിലക്കി. തിരുപ്പത്തൂർ മണ്ഡലത്തിൽ കേവലം ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം വിജയിച്ചത്. ഈ വിജയം ചോദ്യം ചെയ്ത് DMK സ്ഥാനാർത്ഥി മുൻ മന്ത്രി KR പെരിയകറുപ്പൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ജസ്റ്റിസുമാരായ വിക്ടോറിയ ഗൗരി, സെന്തിൽ കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സേതുപതിക്ക് 83,375 വോട്ടുകൾ ലഭിച്ചപ്പോൾ പെരിയറുപ്പന് 83,374 വോട്ടുകളാണ് ലഭിച്ചത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണിത്. അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നത് വരെ വിശ്വാസ പ്രമേയത്തിലോ അവിശ്വാസ പ്രമേയത്തിലോ സഭയുടെ അംഗബലം പരിശോധിക്കുന്ന മറ്റു വോട്ടെടുപ്പുകളിലോ പങ്കെടുക്കാൻ TVK അംഗത്തിന് അവകാശമുണ്ടായിരിക്കില്ല. എന്നാൽ ഇത് സേതുപതിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കലോ പെരിയറുപ്പിനെ വിജയായി പ്രഖ്യാപിക്കലോ അല്ലെന്നും കോടതി പ്രത്യേകം വ്യക്തമാക്കി. 234 അംഗ നിയമസഭയിൽ നിലവിൽ TVK നയിക്കുന്ന സഖ്യത്തിന് 120 സീറ്റുകളാണുള്ളത്. പുതിയ ഉത്തരവോടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 119 കുറഞ്ഞു. 118 അംഗങ്ങളുടെ പിന്തുണ തമിഴ്നാട്ടിൽ ഭരിക്കാൻ ആവശ്യമുള്ളത്. ഇതോടെ ഭരണസഖ്യത്തിന്റെ ഭൂരിപക്ഷം വെറും ഒരാളിലേക്ക് ചുരുങ്ങി. തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് മുതൽ നിരവധി രാഷ്ട്രീയ നാടകങ്ങളും അനിശ്ചിതത്വങ്ങളും അരങ്ങേറിയ തമിഴ്നാട്ടിൽ ഈ പുതിയ സംഭവം വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. വോട്ടെണ്ണലിൽ കൃത്രിമം നടന്നുവെന്നാണ് പെരിയകറുപ്പൻ ആരോപിക്കുന്നത്. തിരുപ്പത്തൂർ മണ്ഡലത്തിലേക്കുള്ള ഒരു തപാൽ വോട്ട് അബദ്ധത്തിൽ തിരുപ്പത്തൂർ ജില്ലയിലെ 50-ാം നമ്പർ മണ്ഡലത്തിലേക്ക് അയച്ചതായും അവിടെ അത് അസാധുവാക്കിയതായും അദ്ദേഹം ആരോപിക്കുന്നു. ഈ വോട്ട് ശരിയായ റിട്ടേണിംഗ് ഓഫീസർക്ക് അയച്ചിരുന്നുവെങ്കിൽ ഫലം മാറുമായിരുന്നുവെന്നാണ് DMK സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്കുകളും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ കണക്കുകളും തമ്മിൽ 18 വോട്ടിന്റെ വ്യത്യാസമുണ്ടെന്നും പെരിയകറുപ്പൻ ചൂണ്ടിക്കാട്ടി. അനിശ്ചിതത്വത്തെ തുടർന്ന് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വീഡിയോ ദൃശ്യങ്ങളും സീൽ ചെയ്ത് സൂക്ഷിക്കണമെന്ന് കോടതി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. എന്നാൽ ഇത് വോട്ട് വീണ്ടും എണ്ണുന്നതിനോ വീണ്ടും തുറക്കുന്നതിനോ ഉള്ള ഉത്തരവായി കണക്കാക്കരുതെന്നും നിരസിക്കപ്പെട്ട ഏതെങ്കിലും പോസ്റ്റൽ വോട്ടിന്റെ സാധൂകരണമായി കണക്കാക്കരുതെന്നും ജഡ്ജിമാർ വ്യക്തമാക്കി. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം TVK മികച്ച പ്രകടനം കാഴ്ചവെച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നാടകീയമായ പോരാട്ടമായിരുന്നു തിരുപ്പത്തൂരിലേത്. ആ വിജയമാണിപ്പോൾ കോടതി നടപടികളിൽ കുടുങ്ങി നിൽക്കുന്നത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി കസേര ഉറപ്പിച്ചെങ്കിലും താൻ വന്ന വഴി മറക്കാതെ വിജയ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പുതിയ ചാണക്യനായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ചടങ്ങിലെ ഒരു കാഴ്ചയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. രാഷ്ട്രീയ എതിരാളിയെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ അന്തരിച്ച ക്യാപ്റ്റൻ വിജയകാന്തിന്റെ ഭാര്യ പ്രേമലത വിജയകാന്തിനെ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയ വിജയുടെ പ്രവൃത്തിക്ക് കൈയടിക്കുകയാണ് തമിഴ് മക്കൾ. വിജയുടെ രാഷ്ട്രീയ മാന്യതയെ പുകഴ്ത്തുന്നവർക്ക് ഒരു പഴയ കഥ പറയാനുണ്ട്. ദളപതിയുടെ സിനിമാ ജീവിതത്തിലെ കരിയർ ബ്രേക്കായ സെന്തൂര പാണ്ഡി എന്ന ചിത്രത്തിൽ വിജയകാന്തിന്റെ അനിയനായാണ് വിജയ് അഭിനയിച്ചത്. അന്ന് തന്നെ പിതാവ് SA ചന്ദ്രശേഖരന്റെ ആവശ്യപ്രകാരം വളർന്നു വരുന്ന ഈ നടനെ താങ്ങായി നിന്നത് ക്യാപ്റ്റനായിരുന്നു. ആ ആത്മബന്ധം രാഷ്ട്രീയത്തിൽ വിജയ് കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ആരാധകരെ ആവേശത്തിലാക്കുന്നത്. വിജയകാന്തിന്റെ പാത പിന്തുടർന്ന് ആരാധക കൂട്ടായ്മകളിലൂടെ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിലെത്തിയ വിജയ് ക്യാപ്റ്റനോടുള്ള കടപ്പാട് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും വ്യക്തിബന്ധങ്ങൾക്ക് വിജയ് നൽകുന്ന ഈ പ്രാധാന്യം തമിഴ് രാഷ്ട്രീയത്തിൽ അത്ര പരിചിതമല്ല. വിജയത്തിൽ വിജയ് പ്രിയപ്പെട്ട അനിയൻ എന്ന് വിശേഷിപ്പിച്ച പ്രേമലത നേരത്തെ തന്നെ ആശംസകൾ നേർന്നിരുന്നു. അതിന്റെ നന്ദി പ്രകടനം കൂടിയായിരുന്നു സത്യപ്രതിജ്ഞാ വേദിയിലെ ആ വണങ്ങൾ. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പലരും കാട്ടുന്ന അഹങ്കാരമോ ഗർവോ വിജയുടെ മുഖത്തില്ല എന്നതാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. മുതിർന്നവരോടുള്ള ഈ ബഹുമാനം വരും ദിവസങ്ങളിൽ വിജയുടെ ജനപ്രീതി ഇരട്ടിയാക്കുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ച വിജയ് പെരുമാറ്റത്തിലും ആ മാറ്റം പ്രാവർത്തികമാക്കുകയാണെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനെ സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഭരണത്തെ ഭരണപരമായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കാണുന്നതിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി വിജയ് സന്ദർശിച്ചു. ആദ്യ നിയമസഭാ സമ്മേളനത്തിന് ശേഷം മുതിർന്ന നേതാക്കളെ നേരിൽ കാണുക എന്ന കീഴ്വഴക്കത്തിന്റെ ഭാഗമായാണ് ഈ സൗഹൃദ സന്ദർശനം. സ്റ്റാലിന്റെ വസതിയിലെത്തിയ മുഖ്യമന്ത്രി വിജയെ ഉദയനിധി സ്റ്റാലിനാണ് സ്വീകരിച്ചത്. ഉദയനിധിയും തുടർന്ന് MK സ്റ്റാലിൻ വിജയെ ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത്. പരസ്പരം പൊന്നാടയണിയിച്ചു. നിലവിൽ DMK പ്രതിപക്ഷത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭയ്ക്കുള്ളിൽ സുഗമമായ ചർച്ചകൾ ഉറപ്പാക്കാനും പൊതുജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ രാഷ്ട്രീയ തടസ്സങ്ങൾ ഒഴിവാക്കാനും
ഈ സന്ദർശനം ഗുണകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. DMK അധ്യക്ഷനെ കണ്ടതിന് പിന്നാലെ ADMK അധ്യക്ഷൻ വൈക്കോയെയും വിജയ് സന്ദർശിച്ചിരുന്നു. ഏതായാലും വെറും 2 ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ വിജയ് എടുക്കുന്ന പല തീരുമാനങ്ങൾ വലിയ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ തമിഴ് മക്കളും നൽകുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഭരണ സംവിധാനം കൂടി കണ്ട് മാത്രമായിരിക്കും നമ്മൾ വിജയ് എന്നൊരു രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ വിജയ് എന്ന ഒരു മുഖ്യമന്ത്രി വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും അദ്ദേഹത്തിന്റെ ആരാധകരടക്കം വളരെ ആവേശത്തിലാണ്. പ്രചാരണവേളയിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് തമിഴ്നാട് മക്കൾ ഇപ്പോഴുള്ളത്.